NSSനെ ഒരിക്കലും സർക്കാരിനെ എതിർത്തിട്ടില്ല, വിമർശനങ്ങൾ സൃഷ്ടിപരമായിരുന്നു എന്നാണ് അനുകൂലിച്ചതിന് പിന്നാലെ തന്നെ മന്ത്രി VN വാസവൻ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. മൂന്നാം തവണയും ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആരാണ് നമുക്കറിയാം. SNDP ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശനായിരുന്നു. ഈ NSSന്റെ നിലപാട് വന്നതോടുകൂടി ആ നിലപാടിനെ വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് പിന്തുണച്ചു. ആഗോള അയ്യപ്പ സംഗമത്തിന് ഒപ്പം തന്നെ ശബരിമലയിലെ ആചാര സംരക്ഷണത്തിലും SNDPക്ക് പിന്നാലെ സർക്കാരിന് പിന്തുണയുമായി NSSും പരസ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ശബരിമലയുടെ കാര്യത്തിൽ സർക്കാരിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പരസ്യമായി പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ശബരിമല പ്രക്ഷോഭകാലത്ത് സർക്കാരിനെതിരെ വലിയ രീതിയിൽ പ്രതിരോധം തീർത്തിരുന്ന ഒരു വ്യക്തിയാണ് G. സുകുമാരൻ നായർ. NSS ഒരിക്കലും സർക്കാരിനെ എതിർത്തല്ല. വേറെ ചില വിഷയങ്ങൾ വരുമ്പോൾ അതിൽ ക്രിയാത്മകമായ ചില നിർദ്ദേശങ്ങളും സൃഷ്ടിപരമായ വിമർശനങ്ങളും ഉണ്ടാകും. അത് ജനാധിപത്യത്തിൽ അതുള്ളതാണ്. അല്ലാതെ എപ്പോഴെങ്കിലും അന്ധമായി NSS ഒരിക്കലും സർക്കാരിനെ എതിർത്തിട്ടില്ല. NSSന്റെ നിലപാടിനെ പിന്തുണച്ച SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും രംഗത്തെത്തിയിരിക്കുകയാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറി NSS ജനറൽ സെക്രട്ടറിയുടെ വാക്കുകൾ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. BJPക്കും കോൺഗ്രസിനും ഈ വിഷയത്തിൽ കാര്യമായ യാതൊരുവിധമായ ആത്മാർത്ഥമായ യാതൊരു നിലപാടും ഉണ്ടായിരുന്നില്ല എന്നും SNDP യോഗം ജനറൽ സെക്രട്ടറിയും പറയുന്നു. ശബരിമലയുടെ കാര്യത്തിൽ സ്ത്രീ പ്രവേശനത്തെ സംബന്ധിച്ചിടത്തോളം NSS നേതൃത്വം ഇന്നത്തെ ഗവൺമെൻറ്റുമായിട്ട് എതിരായിരുന്നു. ഇന്നിപ്പോൾ ഗവൺമെൻറ് ആ നിലപാടല്ല എന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടപ്പോൾ NSS നിലപാട് മാറ്റി. ആഗോള അയ്യപ്പ സംഗമം വിജയമാണോ പരാജയമാണോ എന്നുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഇതിലൂടെ സർക്കാർ എന്താണ് ലക്ഷ്യം വെച്ചത് എന്നുള്ളത് നമുക്കെല്ലാം വ്യക്തമാണ്. ആ ലക്ഷ്യത്തിലേക്ക് സർക്കാരിന് എത്താൻ സാധിച്ചു എന്ന് വേണം കേരളത്തിലെ രണ്ട് പ്രബല ഭൂരിപക്ഷ സമുദായങ്ങളുടെ നേതാക്കന്മാരുടെ പരസ്യ പ്രസ്താവനയിലൂടെ മനസ്സിലാക്കേണ്ടത്. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.